ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് കുർത്തി ഒരു മേക്കപ്പ് വീഡിയോ ആണ്. നമുക്ക് ഡെയിലി ബേസിസിൽ വേണമെങ്കിലും ചെയ്യാം. ഒരു പാർട്ടിയായിട്ട് ഒരു ഫ്രണ്ട്സ് ഹാങ് ഔട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. ഇതിൻ്റെ അകത്ത് ഭയങ്കര മിനിമൽ എമൗണ്ട് വെച്ചിട്ടുള്ള സ്കിൻ കെയർ ആസ് വെൽ ആസ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബേസിക്സ് ആയിട്ടുള്ള കാജൽ, നമ്മുടെ ഐബ്രോ ഫിൽ ചെയ്യുന്നത്, പിന്നെ ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു സ്കിൻ ടിൻ ആൻഡ് കൺസീലർ. ഓക്കെ, അപ്പോൾ ബേസിക് പ്രോഡക്റ്റ്സ് വെച്ചിട്ടൊരു ബേസിക് മേക്കപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫുൾ വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നത് നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ്. ഐ ആം ഓൾവേസ് യൂസിങ് എ സിമ്പിൾ ടോണർ. അതുകൊണ്ട് തന്നെ ജോബ്സ് ഹെർബലിൻ്റെ ഒരു സ്കിൻ ടോണറാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഇത്രയും ഉപയോഗിച്ചതാണ്, ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ജോബ്സിൻ്റെ ഒരു റോസ് ടോണറാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾസോ കോസ്റ്റ് ബിലോ 200. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്യാം. ഓക്കെ, ഇപ്പം നന്നായിട്ട് സ്പ്രേ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മുടെ ലിപ്പ് ഒന്ന് നറിഷ് ചെയ്യണം. അതിന് ഞാൻ വിഷ്കാൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് റിവ്യൂസും എൻ്റെ സ്കിന്നിൻ്റെ തന്നെ ഒരു നല്ല ടാൻഡ് ആയിട്ടുള്ള സ്കിന്നാണ്, ഒരു ഡാർക്ക് ലിപ്സ് ആയിരുന്നു. അതൊക്കെ ഒന്ന് പോയത് ഈ വിഷ്കാൻ്റെ ലിപ് ബാം ഉപയോഗിച്ചതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് നറിഷ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് മാറിയത്. ഓക്കെ, അപ്പോൾ ലിപ് ബാം ഇട്ടു. ഇനി അടുത്തതൊരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത്. മോയ്സ്ചറൈസർ ഇടുന്നത് എംബ്രോലൈസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെത് മോസ്റ്റ്ലി ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഇറ്റ്സ് മോർ ടുവേർഡ്സ് ഒരു ഡ്രൈ സ്കിന്നാണ്. ഓക്കെ, അപ്പം എല്ലാ സ്കിൻകാർക്കും എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 400 സംതിങ് ഫോർ ദിസ് ട്യൂബ് ആൻഡ് ഇറ്റ് ആക്ച്വലി വർത്ത് ഇറ്റ്. നെക്സ്റ്റ് ആയിട്ട് ഞാനാണെങ്കിൽ എൻ്റെ പിഗ്മെൻറ്റേഷൻസ് ഒന്ന് കവറപ്പ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് നല്ല അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് കവർ ചെയ്യാൻ ഞാൻ 2 കൺസീലേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ 03 ലൈറ്റ് മോഗെയിൻ ആൻഡ് അടുത്തത് നമ്മുടെ ഫേസസ് കാനഡയുടെ ഗോൾഡൻ റഷ് 06. ഈ 2 വിച്ച് ഈസ് ഡാർക്കർ ദാൻ മൈ സ്കിൻ ടോൺ വച്ചിട്ടാണ് ഈ 2 കളർ മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് നമ്മുടെ അണ്ടർ ഐ ഒക്കെ കൺസീൽ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇത് 2 കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അണ്ടർ ഐ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യാം. സ്വിസ് ബ്യൂട്ടിയുടെ ഫേസസ് കാനഡയുടെ 03 സ്വിസ് ബ്യൂട്ടി ആൻഡ് 06 ഫേസസ് കാനഡയുടെ ആ 2 ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ജസ്റ്റ് ടു കവർ അപ്പ് മൈ പിഗ്മെൻറ്റേഷൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻസ് ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഐ ആം യൂസിങ് എ സ്കിൻ ടിൻ. ഭയങ്കര റിവ്യൂ ഉള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്കിൻ ടിൻ്റാണ്. ലോറിയൽ പാരീസിന് 24H ടിൻറ്റഡ് സെറം ആൻഡ് മൈ ഷെയ്ഡ് വന്നിട്ട് 4 to 5 മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. ജസ്റ്റ് നല്ല ഒരു സ്കിൻ ടിൻ്റാണ്. ഒരുപാട് മേക്കപ്പ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്കൊരു ഫെസ്റ്റീവ് മേക്കപ്പൊക്കെ നമുക്ക് സ്കിൻ ടിൻ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ,
ഭയങ്കര സ്മൂത്താണ്, ഈസിലി ബ്ലെൻഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിൻ ടിൻ്റ് അപ്ലൈ ചെയ്തു. ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പാണ്, ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന ഒരു മേക്കപ്പ് അല്ല. അപ്പോൾ അടുത്തത് ഞാൻ മാർസിൻ്റെ തന്നെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്, ജസ്റ്റ് ടു ഫിൽ ദി ഐബ്രോസ്. ഇത് ഭയങ്കര ഈസി. നമ്മൾ ഈ മാർസിൻ്റെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഫിൽ ചെയ്യുന്നത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, അതേപോലെ തന്നെ ഈസി ടു അപ്ലൈ ആണ്. അപ്പോൾ ഞാൻ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഗ്യാപ്പുള്ള ഇതിലിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ബാക്കിൽ തന്നെ നമ്മുടെ സ്പൂളിയുണ്ട്, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇറ്റ്സ് ഡൺ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തും ചെയ്യാം. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഞാൻ പാക്കിൻ്റെ ഒരു മിനി പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഒന്ന് സെറ്റ് ചെയ്യാൻ. ഓക്കെ, പാക്കിൻ്റെ ഒരു മിനി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ബ്രഷ്. പിന്നെ അടുത്തത് ഒരു ബ്ലഷ് പാർട്ടാണ്. ബ്ലഷിന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ വെറി ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നൈക്ക ഗെറ്റ് ചീക്കി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലഷാണ്. നൈക്ക ഗെറ്റ് ചീക്കി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലഷാണ്. ഇത് സൂപ്പർബാണ്, നമുക്ക് ലിപ് ടിൻ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നല്ലൊരു ബെറി കളറാണ്. അപ്പോൾ നമ്മൾ സട്ടിലായിട്ടൊരു മേക്കപ്പ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ബ്ലഷ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ഐലിഡിനും ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മൾട്ടി പേർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബ്ലഷാണ്. ബ്ലഷ് കം ലിപ് ടിൻ്റാണ് കേട്ടോ. കാജലിന് ഞാൻ ഫേ ബ്യൂട്ടിയുടെ ഒരു കാജലാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ തന്നെ സ്മഡ്ജൊക്കെ വരും. ഓക്കെ, ഫേ ബ്യൂട്ടിയുടെ വേറെ നമുക്ക് ഈ ഹൈലൈറ്റിംഗ് പ്രോഡക്റ്റൊക്കെ നല്ലതാണ്, ഹൈലൈറ്ററൊക്കെ നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കണ്ണിൻ്റെ ഈ മുകളിലും താഴെയൊക്കെ വാട്ടർ ലൈനിൽ, മുകളിലത്തെ വാട്ടർ ലൈനിൽ, താഴത്തെ വാട്ടർ ലൈനിലൊക്കെ നമുക്ക് നന്നായിട്ട് എഴുതാം. ഐ മേക്കപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ താഴത്തെ വാട്ടർ ലൈനിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, മുകളിലൊന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് നമ്മൾ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞൊരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല വോളിയം തരുന്നൊരു മസ്കാരയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഭയങ്കര സട്ടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാം. പിന്നെ അതിന് പകരം നിങ്ങൾക്ക് വല്ലതും ഈ ഡയറക്റ്റ് സ്കിൻ ടിൻ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് നമ്മൾ ടിൻറ്റഡ് സൺസ്ക്രീൻ, ഡോട്ട് ആൻഡ് കീയുടെ ടിൻറ്റഡ് സൺസ്ക്രീനൊക്കെ സൂപ്പർബാണ്, അത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി അടുത്ത ലാക്മിയുടെ ഒരു ലൂമി ക്രീമാണ്. ഇതൊരു സ്ട്രോപ്പ് ക്രീമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാതെ ഉപയോഗിക്കാം. നമ്മൾ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമും അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ആ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തു, ചെറുതായിട്ട് നോസിലും ചീക്സിലൊക്കെ ഇട്ടു. അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ അടുത്തത് നമ്മുടെ ലിപ്പ് ആർട്ടും കൂടെ ഉള്ളു. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കും ലിപ്പ് ലൈനറൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തൊരു ലിപ്പ് കോംബോയാണ് യൂസ് ചെയ്യുന്നത്. ഐ ആം യൂസിങ് എഡ്ജ് ഓഫ് ഡിസയർ, മാർസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ 14 ചോക്കോ ബട്ടർ എന്ന് പറഞ്ഞ ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. മേപ്പലൈൻ്റെ 30 അൺറിവാൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഓക്കെ,
അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തത് പാക്കിൻ്റെ ഒരു മേക്കപ്പ് ഫിക്സറാണ്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഓക്കെ.